മലയാളിയുടെ സഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലാണ് കേട്ടോ. നമ്മളിന്ന് ഇവിടെ ബദരീങ്ങൾ ആണ്ടുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറക്കാനും മറ്റൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പള്ളിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിലൊക്കെ കൊണ്ട് ഉള്ളോട്ട് കയറിയിട്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ശില്പി ഉണ്ടല്ലോ, AP ഉസ്താദിൻ്റെ മകൻ ഇവിടെ ജുമുഅക്ക് ശേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളീൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഈ ചുമരുമ്മ കാണുന്ന നീല ബോർഡർ കണ്ടോ, ഫുള്ള് ബദരീങ്ങളെ പേരുകളാണ് കേട്ടോ. അപ്പോൾ പള്ളീൻ്റെ ഉള്ളു ഭാഗം ഞാൻ ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അവിടെ AP ഉസ്താദിൻ്റെ മോന് ജുമുഅക്ക് ശേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു അവസരം കിട്ടി. AP ഉസ്താദിനെ നമുക്കൊന്ന് അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടോ. ഞാൻ ചെറുങ്ങനെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്തുനിന്ന് കാണാൻ പറ്റി, വലിയ സന്തോഷമായിട്ടോ. നമ്മളെ ചാനലിൽ AP ഉസ്താദിനൊന്ന് കാണിക്കാൻ പറ്റി എന്ന് അറിഞ്ഞപ്പോൾ അത് നമ്മളെ ഫോണിൽ എടുത്തൊരു വീഡിയോയിൽ വളരെ സന്തോഷമായി. ഏകദേശം 25,000 പങ്കെടുക്കുന്ന പരിപാടിയാട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 313 ആടിനറുത്തിട്ടുള്ള മന്തിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിവിടെ ഒതുണ്ടാക്കാനും മറ്റൊക്കെയുള്ള സംവിധാനം കേട്ടോ. ഒതുണ്ടാക്കാനും ബാത്റൂമും കുളിക്കാനൊക്കെ എല്ലാത്തിനും സൗകര്യമുണ്ട്. നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് പോകണം. മുകൾ ഭാഗത്തു നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ അസർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ബാങ്ക് കേൾക്കുകയാണെങ്കിൽ അതും പാടൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ആ മുകളിൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ പേര് കാണുന്ന സ്ഥലത്തു നിന്നാണ് ബാങ്ക് വിളിക്കാറ് കേട്ടോ. അപ്പോൾ ബാങ്ക് വിളി തുടങ്ങാനായിട്ടുണ്ട്. AP ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദിക്ർ ദുആകളിലൊക്കെ പങ്കെടുത്തു. ഇപ്പം നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ പള്ളീൻ്റെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം വെള്ളം നോമ്പ് തുറക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മട്ടൻ മന്തിയാണ്. 313 ആടിനറുത്തിട്ടുള്ള മട്ടൻ മന്തിയാണ് ബദർ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നോമ്പ് തുറ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പലവിധം കച്ചവടങ്ങളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കുലുക്കി സർവത്തുകളൊക്കെ ഉണ്ട്. പല മുട്ടിപ്പാട്ട് പാടുന്ന രീതിയിലുള്ള കുലുക്കി സർവത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളെ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ.